പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്കാക്ക ഒരു ചിക്കനും വാങ്ങിയിട്ട് പുതിയ ഐറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടോ. കുറത്തിക്കോഴി. കുറത്തി ആയാലും കുറവനായാലും കഴിച്ചു നോക്കിയാലല്ലേ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാട്ടോ ആളെത്തിയത്. പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയുമെന്ന് പറഞ്ഞു. ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊത്തി അരിഞ്ഞ കുറച്ച് സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല ചതച്ചതാണ്. ഇത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഉപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങ ചിരകിയതും പെരുംജീരകവും, പിന്നെ ഇത് ക്രഷ് ചെയ്ത വറ്റൽമുളക് കേട്ടോ. അതിൻ്റെ കൂടെ കറിവേപ്പില ഇല്ലാത്തൊരു കളിയില്ല നമ്മൾക്ക്. ചിക്കൻ കറിക്കൊക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രമായിട്ടോ ഉപയോഗിച്ചുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചിരുന്നു. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, മസാലയൊക്കെ നന്നായി പിടിക്കും. അതുപോലെ തേങ്ങയിലും കുറച്ച് കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചു. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ചേണ്ട ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം അതിലേക്കിട്ട് ഇനി നമുക്ക് ചിക്കൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കണ്ട കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് തുറന്ന് വെച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി അത് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ട് ആ പാൻ ഒന്ന് എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ചൂടായി വരുമ്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം നന്നായി പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഫുൾ ഇട്ടില്ല കേട്ടോ, കുറച്ചേ ഇട്ടുള്ളൂ. അതിട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ എണ്ണയിൽ. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് കറിവേപ്പിലയാട്ടോ. കറിവേപ്പിലയും ഈ പെരിഞ്ജീരകവും ക്രഷ് ചെയ്ത മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സവാള മൂപ്പിക്കണം കണ്ടപ്പോൾ ഞാൻ കാക്കാനോട് പറയായിരുന്നു കേട്ടോ, ഇത് കുറച്ച് ചോറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. നമ്മൾ പിന്നെ ചേർത്തത് ആ തേങ്ങ കേട്ടോ. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചേർന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങയും ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ല ഇതായിട്ട് ഫ്രൈ ആയി വന്നപ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. ചിക്കൻ നല്ല പോലെ ആ മസാലയായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് അതൊന്ന് പതിയെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേർന്ന മല്ലിയില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ, ആ മല്ലിയില ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുറത്തിക്കോഴി ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ, അടിപൊളി ടേസ്റ്റാണ്.